ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഭർത്താക്കന്മാർ ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഭാര്യമാർ ഉടൻ തന്നെ പ്രഗ്നൻ്റ് ആകാനായിട്ട് അത് സഹായിക്കും. 5 ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പുരുഷന്മാർ ചെയ്യുന്ന കാര്യമാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അത് സെമനുമായിട്ട് ചുറ്റപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. സെമൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആകുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ മോർഫോളജി, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ മൂവ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി, അതുപോലെ അതിൻ്റെ DNA സ്ട്രക്ചർ എല്ലാം പ്രോപ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടക്കാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലായിരിക്കും. കാരണം ഓവുലേഷൻ ഡേറ്റിന് മുൻപായിട്ട് ശരീരത്തിനകത്തേക്ക് കടക്കുന്ന ഒരു സെമന് അതിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ശരീരത്തിനോട്ടകത്തോട്ട് സെമൻ എൻ്റർ ആയി കഴിയുമ്പോഴേക്കും സ്പേം സെൽസ് ഡിവൈഡ് ആയി പോയിട്ട് ഉള്ളിലോട്ട് സെർവിക്സിനകത്തോട്ടും ഫലോപ്പിയൻ ട്യൂബിനകത്തോട്ടും യാത്ര തുടങ്ങുമ്പോഴേക്കും ഈ സമയം മുതൽ ശരീരത്തിൽ കുറച്ച് പോർഷനൊക്കെ നശിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ബാക്കിയുള്ളത് സർവൈവ് ചെയ്യണമെങ്കിൽ അതിന് ക്വാളിറ്റി ഉണ്ടായേ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ കൃത്യമായിട്ടൊരു സ്ത്രീക്ക് ഓവുലേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ സ്പേം അനാലിസിസ് ചെയ്തിട്ട് ഹസ്ബൻഡിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഇതുവരെ സെമൻ അനാലിസിസ് ചെയ്തിട്ടില്ലെങ്കിലോ, ഇനി നിങ്ങൾ സെമൻ അനാലിസിസ് ചെയ്തിട്ട് സെമന് ക്വാളിറ്റി കുറവാണെന്ന് ഓൾറെഡി നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിലോ, അങ്ങനെയുള്ള ആളുകൾക്കും ഈ ടിപ്സ് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിലെ ഏറ്റവും ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഗ്രാമ്പൂ വെള്ളം കുടിക്കുക എന്നതാണ്. ഗ്രാമ്പൂ വെള്ളം കുടിച്ചിട്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് സ്ത്രീകൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10 പേരെങ്കിലും ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡിന് മോട്ടിലിറ്റി കുറവായിട്ടും ഗ്രാമ്പൂ വെള്ളം അദ്ദേഹത്തിനും കൊടുത്തപ്പോഴേക്കും എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് സാധിച്ചു എന്ന് കുറച്ചധികം സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട്. ഗ്രാമ്പൂ വെള്ളം നല്ലൊരു സ്പൈസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളും മറ്റും അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ, സ്ത്രീകളുടെ ശരീരത്തിലും പുരുഷന്മാരുടെ ശരീരത്തിലും അവരുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഒട്ടുമിക്കതും സഹായിക്കുന്നുമുണ്ട്. ഈ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ ഭർത്താവിന് ഗ്രാമ്പൂ വെള്ളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഗ്രാമ്പൂ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും വേണമല്ലോ. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 4 ഗ്ലാസ് വെള്ളം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഗ്രാമ്പൂ എടുത്തിട്ട് 4 ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങൾക്ക് കുതിർത്തി വെക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങളത് കുതിർത്തി വെക്കുക. അതായത് നിങ്ങൾ 1 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 5-8 എണ്ണോ ഗ്രാമ്പൂ എടുത്തതിന് ശേഷം അത് നിങ്ങൾ കുതിർത്തി വെക്കുക. അതിനുശേഷം 4 ഗ്ലാസ് വെള്ളം നിങ്ങൾ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അത് നല്ലതുപോലെ തിളപ്പിക്കുക. ഓൾറെഡി കുതിർന്ന ഗ്രാമ്പൂ ആയതുകൊണ്ട് ആ ഗ്രാമ്പൂവിൻ്റെ ഗുണങ്ങളെല്ലാം ആ വെള്ളത്തിലോട്ട് എത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും കൂടി ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും ഒരുപാട് ബെനിഫിറ്റ് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. സ്ത്രീകൾക്ക് പൊതുവെ ഓവുലേഷൻ ഡേറ്റ് വരെ മാത്രമാണ് ഗ്രാമ്പൂ വെള്ളം ഉപയോഗിക്കാനായിട്ട് പറയുന്നത്. എന്നാൽ പുരുഷന്മാർക്ക് അങ്ങനെ ഒരു ഡേറ്റിന്റെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. അവർക്ക് ത്രൂ ഔട്ട് ആ ഒരു ടൈം അതായത് ഡേ 1 മുതൽ എപ്പോഴാണ് എടുത്തു തുടങ്ങുന്നത് അങ്ങനെ ലാസ്റ്റ് വരെ നിങ്ങൾക്ക് എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഒരു 3 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സെമന് അത്രത്തോളം ക്വാളിറ്റി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. രണ്ടാമത്തേതാണ് അശ്വഗന്ധ. അശ്വഗന്ധ നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. പുരുഷന്മാർക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവരുടെ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് ബൂസ്റ്റ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. ടെസ്റ്റോസ്റ്റിറോണിന്റെ പ്രൊഡക്ഷനാണ് സ്പേമുമായിട്ട് ഡയറക്റ്റ്ലി ലിങ്ക് ആയിട്ടുള്ളത്. അതുപോലെ പുരുഷന്റെ സെക്സ് ഡ്രൈവ്, അങ്ങനെ ഓവറോൾ ഫെർട്ടിലിറ്റി ആയിട്ട് ലിങ്ക് ആയിട്ടുള്ള ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. ഇതിന്റെ ആ ഒരു അളവ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതിനും നിങ്ങൾ പുരുഷന്മാരുടെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിന്, മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന്, പ്രിമച്വർ ഇജാക്കുലേഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന്, അതുപോലെ സെക്സ് ഡ്രൈവ് വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. ഏകദേശം ഒരു ജോബ് റെസ്ട്രിക്ഷൻ ഒക്കെ കൂടുതലായിട്ടും ജോബിൽ മുഴുകുന്ന പല പുരുഷന്മാർക്കും സ്ട്രെസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ ട്രാവലിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കൂടി തന്നെ അവർ കൂടുതലായിട്ട് ചൂട് ശരീരത്തിലോട്ട് ഏൽക്കുന്നതിനുമൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പുരുഷന്മാർക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അശ്വഗന്ധയുടെ പൗഡർ മേടിച്ചതിന് ശേഷം 1/2 ടീസ്പൂണൊക്കെ വെള്ളത്തിലിട്ടോ പാലിൽ കുതിർത്തിയിട്ടോ രാത്രി കുടിക്കുന്നത് പുരുഷന്റെ സെമന്റെ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. സ്ത്രീകൾക്കും അശ്വഗന്ധ ഉപയോഗിക്കാവുന്നതാണ്. അശ്വഗന്ധ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ പറ്റിയിട്ട് ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഉണ്ട്. കാണണമെന്നുണ്ടെങ്കിൽ ദി ചൂസ് വേൾഡ് അശ്വഗന്ധ എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. ഇതിൻ്റെ ഒരു പൗഡർ ഫോമിലായിട്ട് മേടിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങളത് മേടിച്ചിട്ട് പൗഡർ ആക്കി വെക്കേണ്ട ആവശ്യം അങ്ങനെ ഒരു രീതി ഉണ്ടാകും. അതിനേക്കാളും നല്ലത് പൗഡർ ഫോമിൽ നിങ്ങൾ മേടിക്കുന്നതായിരിക്കും. മേടിച്ചിട്ട് പാക്കറ്റ് പൊട്ടിച്ചിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനകത്ത് നല്ലതുപോലെ മുറുക്കി പൂട്ടി ഫ്രിഡ്ജിലോ മറ്റോ വെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. മൂന്നാമത്തേതാണ് ടൊമാറ്റോ. ടൊമാറ്റോ ഒരുപാട് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഓൾറെഡി ടൊമാറ്റോ കഴിക്കുമ്പോൾ ഫെർട്ടിലിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യും എന്നതിനെ പറ്റിയിട്ട് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.
അതുപോലെ തന്നെ ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ സ്പേമിന്റെ മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ലിക്കോപ്പൈൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അത് പുരുഷന്മാരുടെ സെമന്റെ DNA ഡാമേജ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. പുരുഷന്റെ സെമനോ സ്ത്രീയുടെ അണ്ടത്തിലോ ക്വാളിറ്റി ഉണ്ട്, അതായത് DNA സ്ട്രക്ചറിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ കുഞ്ഞിന് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അത് വരുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ സെമന്റെ പ്രൊഡക്ഷൻ ഏകദേശം ഒരു 20 to 30% വരെ ഇൻക്രീസ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. ഇതിലൊരു എന്താ പറയുക, നമ്മൾ ആ ഒരു ലിക്കോപ്പൈൻ നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തുമ്പോഴേക്കും, അതായത് ഇപ്പോൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതിന് ഒരു 2-3 മണിക്കൂർ മുമ്പൊക്കെ ടൊമാറ്റോ എടുക്കുകയാണെങ്കിൽ ഇത് കഴിച്ച് അത് ശരീരത്തിൽ എൻ്റർ ആവുമ്പോൾ തന്നെ ഏകദേശം ഒരു ലിക്കോപ്പൈൻ അബ്സോർബ് ചെയ്തിട്ട് 20 to 30% വരെ സെമൻ ക്വാളിറ്റി ആയിട്ട് പ്രൊഡ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെമൻ്റെ ഡാമേജ് ഉണ്ടാവുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും ടൊമാറ്റോ ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു. ടൊമാറ്റോ പ്യൂരീസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോമിൽ കറിയായിട്ടൊക്കെ കഴിക്കാനാണ് ഹസ്ബൻഡിന് താല്പര്യമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. സ്ത്രീകൾക്കും ഇത് ഉപയോഗിക്കുമ്പോൾ ബെനിഫിറ്റ് ഉണ്ടാകും. കാണാൻ വേണ്ടിയിട്ട് ദി ചൂസ് വേൾഡ് ടൊമാറ്റോ എന്ന് നിങ്ങൾ യൂട്യൂബിന്റെ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. അടുത്തതാണ് എള്ള്. എള്ളിനെ പറ്റിയിട്ടും ലേറ്റസ്റ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു മാസം തന്നെയാണ് അപ്ലോഡ് ചെയ്തത് കേട്ടോ. ഇതിൽ ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ കാൽസ്യം ഉണ്ട്, അയേൺ ഉണ്ട്, വിറ്റമിൻ ഇ ഉണ്ട്. ഇത് അണ്ടർ റിലീസ് ആകുന്നതിനും അതുപോലെ തന്നെ പുരുഷന്റെ സെമന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നതാണ്. ഇത് മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ ഇതിലടങ്ങിയിട്ടുള്ള സിങ്ക് സെക്സ് ഹോർമോൺസിന്റെ ആ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നതിനും അയൺ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എള്ള് പുരുഷന്മാർക്കും എടുക്കാവുന്നതാണ്. സ്ത്രീകൾക്ക് ഓൾറെഡി നിങ്ങൾക്കിപ്പോൾ വേറൊരു തരത്തിലുള്ള സീഡ് സൈക്ലിംഗ് നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ പീരിയഡ്സിന്റെ ഫസ്റ്റ് ഡേ മുതൽ എപ്പോഴാണ് അടുത്ത പീരിയഡ്സ് വരുന്നത് ആ ലാസ്റ്റ് ഡേ വരെ 1 ടീസ്പൂൺ എള്ള് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പുരുഷന്മാർക്കും നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യമുള്ളത് ആ സമയത്ത് ഏകദേശം നിങ്ങളുടെ ശരീരം ഫുഡ് അബ്സോർബ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത്, അതായത് നിങ്ങൾക്ക് വിശന്ന് തുടങ്ങുന്ന സമയത്ത് എള്ള് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. കറുത്ത എള്ളാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. അതിൽ എല്ലാ അടങ്ങിയിട്ടുള്ള സിങ്കും മറ്റുള്ള ന്യൂട്രിയൻസും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ സെമനെ കൊണ്ടുവന്ന് തരുന്നതായിരിക്കും കേട്ടോ. അടുത്തതാണ് നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പല പുരുഷന്മാരും ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ജിമ്മിൽ പോകാറുണ്ട്, ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കാറുണ്ട്. എന്നാൽ ചുരുക്കം ചില ആളുകൾ അങ്ങനെയൊന്നും ചെയ്യാതെ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഫോൺ അല്ലെങ്കിൽ മൂത്ത കുട്ടിയായിട്ട് കളിക്കുക, അല്ലെങ്കിൽ TV കാണുക, പേപ്പർ വായിക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ മുൻപോട്ടേക്ക് കൊണ്ടുപോകാറുണ്ട്. പുരുഷനും സ്ത്രീയും എത്രത്തോളം ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുവോ അത്രത്തോളം അവരുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെക്കാൾ കഴിയുന്ന തരത്തിലുള്ള വ്യായാമങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ആളുകൾക്ക് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല, അതിനുള്ള സാഹചര്യം ചിലപ്പോൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ കഴിവതും വീട്ടിൽ വന്നിട്ട് വാക്കിംഗ് എങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചെറിയൊരു ഹെഡ്സെറ്റ് വെച്ചിട്ട് വീടിൻ്റെ ടെറസിലോ മുറ്റത്തോ ഒക്കെ നല്ല കൈ അങ്ങോട്ട് നല്ലതുപോലെ വീശി കാല് വലിച്ചു വെച്ചിട്ട് വാക്കിംഗ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ഓവറോൾ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമ്മുടെ ചാനൽ ഓൾറെഡി ഫോളോ ചെയ്തിട്ടുള്ള സ്ത്രീകൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാകും ബ്ലഡ് സർക്കുലേഷൻ എത്രമാത്രം ഫെർട്ടിലിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. സ്ത്രീകൾക്ക് ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആകുന്നത് ഒരു ഫാക്ടർ ആവുന്നത് പോലെ തന്നെ പുരുഷനും ക്വാളിറ്റി ഉള്ള ഒരു സെമൻ പ്രൊഡ്യൂസ് ആവുന്നതിനും അത് ഒരുപാട് നാൾ, അതായത് ഡാമേജ് ഒന്നും ഇല്ലാതെ സ്റ്റോർ ആക്കി വെക്കുന്നതിനും, ഏകദേശം അണ്ടം വരുന്ന സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ട്, അങ്ങനെയുള്ളവർക്ക് ഡാമേജ് ഒന്നും ഇല്ലാതെ അത് സപ്പോർട്ട് ചെയ്ത് വെക്കുന്നതിനും, അതുപോലെ ഇതിൻ്റെ ലൈഫ് സ്പാൻ കൂട്ടുന്നതിനും, അതുപോലെ ഇതിൻ്റെ DNA സ്ട്രക്ചർ പ്രോപ്പറായിട്ട് നടക്കുന്നതിനും ഒക്കെ ബ്ലഡ് സർക്കുലേഷൻ ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് അത്രത്തോളം ഉണ്ടാകുന്ന നിങ്ങളുടെ സ്ട്രെസ് കുറച്ച് നേരമെങ്കിലും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും അതിൻ്റെ ടെൻഷനിൽ തന്നെ എൻ്റയർ ആ ഒരു ഡേ നിങ്ങൾ പോവുകയാണെങ്കിൽ അത് ഒരുപാട് നിങ്ങളുടെ ആ സ്ട്രെസ് കൂടുന്നതിനനുസരിച്ചിട്ട് അത് ഫെർട്ടിലിറ്റി അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വാം അപ്പ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും അല്ലെങ്കിൽ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് എങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾക്ക് അറിയുന്നുണ്ടാകും. അങ്ങനെയുള്ളവർ അതൊക്കെ ഹസ്ബൻഡിനെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ രണ്ടുപേരും ഒരുമിച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പരസ്പരമുള്ള ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതും സുഖങ്ങളും ദുഃഖങ്ങളും ഒരുമിച്ച് പങ്കുവയ്ക്കുന്നതും നിങ്ങളുടെ ബോണ്ട് ഒരുപാട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. വിവാഹം കഴിഞ്ഞ് ഒരുപാട് നാളുകൾക്ക് ശേഷം പലർക്കും നഷ്ടമാകുന്നത് ആ ഒരു ബോണ്ടാണ്. അതെങ്ങനെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുവോ അത്രത്തോളം എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടാനായിട്ട് അത് സഹായിക്കും കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് കേട്ടോ സൈക്കിൾ ലെങ്ത്. അതായത് കഴിഞ്ഞ മാസം 1-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ഈ മാസം 10-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഫെബ്രുവരി 1-ാം തീയതി മുതൽ മാർച്ച് 10-ാം തീയതിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എത്ര ദിവസമുണ്ടോ അത് ഇനി പറയുന്നതാണ് കേട്ടോ സൈക്കിൾ ലെങ്ത്. അത് കൃത്യമായിട്ട് പറയാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.